ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ ഫെബ്രുവരി മാസം ഒരുപാട് വിശേഷം ഉള്ള മാസമാണ്. ഫെബ്രുവരി 4 എൻ്റെ ബർത്ത്ഡേയാ. ഫെബ്രുവരി 4 ഇഷാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുപോലെ ഫെബ്രുവരി 10 അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഫെബ്രുവരി 8 ഈ ആഘോഷം നടന്നത് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത് ഫെബ്രുവരി 8-നാണ്. അന്ന് അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഫെബ്രുവരി 23 അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അങ്ങനെ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിശേഷങ്ങളും നമുക്ക് ഒരു മാസത്തിൽ 4-5 വിശേഷങ്ങൾ വന്നാൽ നമുക്ക് 5 ആയിട്ട് ആഘോഷിക്കണം. എങ്ങനെയാണ്? അതിന് പകരം നമുക്ക് ഒന്നായിട്ട് ആഘോഷിച്ചേക്കാമെന്ന് ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഇച്ചുക്കുട്ടനെ സന്തോഷിപ്പിക്കാനാണ് മെയിനായിട്ട് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. ഇച്ചുക്കുട്ടന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് അച്ഛൻ്റെ അമ്മയുടെയും 14th ആനിവേഴ്സറി ആണെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ കൗണ്ട് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടും കൂടി ഒന്ന് ആഘോഷിച്ചേക്കാം. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം അനിയൻ്റെ അനിയത്തിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം അവർക്കൊരു സർപ്രൈസും കൂടി കൊടുത്തേക്കാം. അങ്ങനെയാണ് ഞങ്ങളിത് ഈ ഡേറ്റ് തന്നെ തിരഞ്ഞെടുത്തത്. മാവുടി വീട്ടിൽ നിന്നും എൻ്റെ അച്ഛനും അമ്മയും ആങ്ങളമാരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ അനിയനും അമ്മയുടെ സഹോദരങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരും ഞങ്ങൾ ചെറിയൊരു പരിപാടിയായിരുന്നു, ഒത്തിരി വലിയ പരിപാടിയൊന്നുമല്ലായിരുന്നു. 10-20 പേര് അടങ്ങുന്ന ഒരു ചെറിയൊരു പരിപാടി. പിന്നെ അച്ഛൻ്റെ പെങ്ങളും എല്ലാം ശനിയാഴ്ച ഞാൻ ബലൂൺ മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ ഇഷാൻ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടി റെഡിയായിരുന്നു. ഇഷാനും ഇഷാരെയും ശനിയാഴ്ച മുതൽ ബലൂണൊക്കെ വീർപ്പിച്ച് ഓരോ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവരുടെ സന്തോഷം കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ. ഇഷാര അവിടെ ഫുൾ കുറുമ്പൊക്കെ കാണിച്ച് നടക്കുമായിരുന്നു. ഞങ്ങളിവിടെ സെലിബ്രേഷൻ വെക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ വീട്ടിൽ വെക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. അപ്പോഴാണ് ഞങ്ങൾക്ക് കുറേ സൗകര്യക്കുറവൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് എന്നാൽ ഞാൻ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് ഓർത്ത് മഞ്ചക്കുഴിയിലെ പുലരി ഹോട്ടലിൽ ചെന്നതാണ്. മഞ്ചക്കുഴി തന്നെയാണ് ഞങ്ങളുടെ ഓഫീസും. അപ്പം അവിടെ പുലരി ഹോട്ടലിലൊക്കെ നമ്മുടെ സ്റ്റാഫുകളൊക്കെ വന്ന് ആഹാരം കഴിക്കും. ഇടയ്ക്കൊക്കെ നമ്മളും പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഹോട്ടലാണ്. അപ്പോൾ എന്നാൽ പുലരി ഞായറാഴ്ച ദിവസങ്ങളായതുകൊണ്ട് എല്ലാ ഹോട്ടലിലും തന്നെ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് ഓർഡർ ചെയ്യാം എന്നോർത്ത് നേരത്തെ കൂട്ടി ഓർഡർ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ പുലരി ഹോട്ടലിൽ ചെന്ന് ഓർഡർ ചെയ്യാൻ ചെന്നതാണ് ഫുഡിന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ ഹോട്ടലിൻ്റെ മുകളിൽ ചെറിയൊരു സ്ഥലമുണ്ട്, അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അതെല്ലാം അറേഞ്ച് ചെയ്ത് തരാം. ചെറിയ ബർത്ത്ഡേ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിൽ സെറ്റാക്കാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ചേക്കാം എന്നോർത്ത് വീട്ടിൽ ഞാൻ വന്ന് ആലോചിച്ചു അച്ഛനോടും അമ്മയോടും. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് എന്നാൽ പുലരി ഹോട്ടലിലേക്ക് നമുക്ക് പരിപാടി വയ്ക്കാം എന്നോർത്ത്. ചെറിയൊരു പുലരി ഹോട്ടലിൻ്റെ മുകളിൽ ചെറിയൊരു ഹാളാണ്. അപ്പോൾ നമുക്ക് അധികം പേരൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആഘോഷിക്കാനും പിന്നെ നമുക്കൊരു ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു ഇതായിരുന്നു. അപ്പോൾ പുലരി ഹോട്ടലിലാണ് ഭക്ഷണമൊക്കെ പറഞ്ഞത്. ചോറും ബിരിയാണിയാണ് പറഞ്ഞത്. ഒരു വെൽക്കം ഡ്രിങ്ക് പോലെ ഫ്രഷ് ലൈമും ഉണ്ടായിരുന്നു. പിന്നെ ഊണൊക്കെ കഴിഞ്ഞ ശേഷം ഐസ്ക്രീമും. അതാണ് ഞങ്ങൾ ഫുഡായിട്ട് പറഞ്ഞത്. പിന്നെ എന്തൊരു പരിപാടി തുടങ്ങുമ്പോഴും ഞാൻ ആദ്യം വിളക്കൊക്കെ വെക്കാൻ ഞങ്ങൾ വീട്ടിൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വിളക്കൊക്കെ കത്തിച്ച് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. വലിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീയൂണിയൻ എല്ലാവരുമായിട്ടുള്ളത്. പിന്നെ ആ ഒരു സന്തോഷം, കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അതുതന്നെ വലിയൊരു സന്തോഷമാണല്ലോ.
ഞങ്ങള് ഇസാനിന്റെ ഫോട്ടോ ഇട്ടിട്ട് വന്നു. പിന്നെ അനിൽകുമാർ ആൻഡ് ജയമ്മ ഫോട്ടോ എടുത്തോട്ടുണ്ട്. ഞങ്ങള് സ്റ്റിക്ക് ചെയ്തു. പിന്നെ എല്ലാരും വന്നിട്ട് ഞങ്ങള് പനമ്പറ്റിന്റെ പിന്നെ കൂരാലിയും പിന്നെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ എല്ലാരും സമ്മാനം തന്നു. പൊണ്ണുകുട്ടി എൻ്റെ ഗേൾ ഫ്രണ്ടാ, അൻസാർ എൻ്റെ ബോയ് ഫ്രണ്ടാ. എല്ലാരും വന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ശേഷം അമ്മയുടെ ചെറിയൊരു നന്ദി പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബർത്ത്ഡേയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും സെലിബ്രേഷൻ്റെ സന്തോഷം. ഫെബ്രുവരി 23-ാം തീയതി 39 വർഷം പൂർത്തിയാകുകയും 40ാമത്തെ വർഷത്തേക്ക് കടക്കുകയാണ്. ഈ ഇത്രയും കാലഘട്ടത്തിനിടയിൽ വളരെ അതായത് വേദനയോടുകൂടി പല കാലഘട്ടങ്ങളും കടന്നു പോവുകയും അതിനെയൊക്കെ ഈശ്വര അനുഗ്രഹം കൊണ്ട് തരണം ചെയ്ത് ഇവിടെ വരെ എത്തി. അതിൻ്റെ എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ മോനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം പറയുന്നത്. അതിലൂടെ പിന്നെ ഞങ്ങൾക്കൊരു ഏത് ആവശ്യം വന്നാലും എപ്പം എന്താവശ്യം വന്നാലും ഞങ്ങളുടെ ഒപ്പം നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ അനിയനെയും കുടുംബത്തെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയും
പിന്നെ ഈ ഞങ്ങളുടെ മോൻ വഴി ഞങ്ങൾക്ക് നല്ലൊരു മോളെ അതിലൂടെ 2 കൊച്ചു മക്കളെ എത്തി ഞങ്ങളതിന് വളരെയധികം ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ ഈ അവസരത്തിൽ എൻ്റെ എല്ലാമായ അച്ഛനെ പിന്നെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞ ഞങ്ങളുടെ അമ്മമാരെയും ഈ അവസരത്തിൽ പിന്നെ ഇപ്പം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, വളരെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെപ്പൊക്കെ കയറി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അച്ഛൻ വന്നില്ല, ഞങ്ങളും മനസ്സിലാണ്. പിന്നെ എൻ്റെ സഹോദരങ്ങൾ രണ്ട് ആങ്ങളമാരുണ്ട്. അവരുടെ കുടുംബത്തിനും അവർക്കൊരു കല്യാണം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്ന സമയത്ത് വരാൻ സാധിക്കില്ല. പിന്നെ എൻ്റെ ചേച്ചി എൻ്റെ കൂടപ്പിറപ്പാണ്. ചേച്ചിയോടും ഞാൻ ചേച്ചി ഞങ്ങൾ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ തൊട്ട അയൽവക്കത്തെ ശബ്ദമൊക്കെ അവർ എന്താവശ്യമാണ് നമ്മുടെ ആവശ്യത്തിന് അവരുടെ എന്താവശ്യമാണെന്ന് ചെയ്യുകയും സമ്മതിക്കുകയും ചെയ്ത് അവർ പിള്ളേരെ കൂട്ടി ശമ്പളമാണെങ്കിലും എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇളയ ഒരു നാത്തൂനാണ് ദേവതി. അവളെ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ വരാൻ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. എങ്കിലും എൻ്റെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ ആയിട്ട് വിളിച്ചില്ല എന്നൊരു ഈ ബർത്ത്ഡേയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിക്കും സംബന്ധിക്കാൻ പറഞ്ഞ അവർക്കും അവരെ ഈ അവസരത്തിൽ ഞങ്ങളുടെ അച്ഛമ്മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ, അതായത് അപ്പൻ്റെയും അവൻ്റെ ഭാര്യയുടെയും ആനിവേഴ്സറിയാണ്. 6ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതിന് ഞങ്ങൾ ഈ കൂട്ടത്തിൽ തന്നെ ഈ സന്തോഷത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതിൻ്റെ ഈ സംഘം ഇങ്ങനെയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുകയും അത് ഞങ്ങളുടെ മോളാണ്. ഞാൻ ഈ അവസരത്തിൽ നന്ദിയും സ്നേഹത്തോടും കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, ഇനി അച്ഛ അമ്മ 40 വർഷമായല്ലോ. അച്ഛ അമ്മയുടെ ഫേവറേറ്റ് കളർ ഏതാ അച്ഛ? അച്ഛ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ്? അമ്മയുടെ കളറ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറ് ഫേവറേറ്റ്? അമ്മയുടെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആട്ടോ, ബ്ലാക്ക് ആണ്, ഇനി മറന്നു പോകരുത്. അതുപോലെ അച്ഛന്റെ ഫേവറേറ്റ് കളർ ഏതാ അമ്മേ? ആണോ അച്ഛാ? അച്ഛന്റെ ഇഷ്ടം മെറൂണാണോ? ഇനി അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ അമ്മേ? ആണോ അച്ഛാ? ഇനി അമ്മയുടെ ഫേവറേറ്റ് ഭക്ഷണം ഏതാ? എന്നാലും ഓർമ്മ പറ. ചോറ്. ഓക്കെ, ഇനി അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയാമോ? അച്ഛന്റെ ഡേറ്റ് ഓഫ് ബർത്ത്?
അച്ഛനേക്കാളും കൂടുതൽ അമ്മയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റി. അതന്നെ വലിയൊരു സന്തോഷം. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ നടന്നു കഴിയുമ്പോൾ ഒരുപാട് സന്തോഷം തരും. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഇല്ലായിരുന്നു. അതിൻ്റേതായ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഫ്രീ ആയേനെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വർത്താനം പറഞ്ഞോ ആൻറ്റി? ഒരു വീഡിയോ കൂടി എടുക്കട്ടെ. വർത്താനം പറഞ്ഞോ.